നീയൊക്കെ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് പണ്ടാരം വേണമെങ്കിലും ആയിക്കോ. അതിന് ഞാനെന്തിനാ കണ്ടോന്റെ കിടികൊള്ളണം? നിന്നോടാരും പറഞ്ഞു അപ്പൊ തന്നെ മരത്തിന് വെളിയിൽ താഴോട്ട് കുതിക്കാൻ. ഓഹോ, അതായല്ലേ കുഴപ്പം. അബദ്ധത്തിലാണെങ്കിൽ ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അവരെല്ലാവരും കൂടെ നിന്നെ കൊന്ന് കുളിച്ച് മൂടിയാണ്. എടാ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോടാ മൃഗമേ. നന്ദി വേണം. അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ പറഞ്ഞിട്ടില്ല ഞാൻ അവളെ പ്രേമിച്ചത്. എന്നിട്ട് ആ നന്ദി നിന്നെ കൊണ്ടോ? അയ്യടാ, ഇതെവിടത്തെ ന്യായം? പിന്നെ നീയല്ലേ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അതിന് അപ്പൊ പിരിയാൻ നോക്കണ്ട നിന്റെ കടമയാ. അതിന് പിരിയാനും ചുറ്റാനും ഒക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലുകുത്താൻ പാടില്ലെന്ന് ശപഥം ചെയ്തിരിക്കില്ല അങ്ങേര്. ഇങ്ങനെ ഉണ്ടോ ഒരച്ഛൻ? അതൊക്കെ നമ്മുടെ വാപ്പ. ഞാൻ ജനിച്ച് 3ന്റെ നാള് ഡിം. ഇതിങ്ങനെ കിടക്കയല്ലേ എന്നിട്ട് ആഴ്ചയിൽ ഓരോ ശപഥവും. എടാ, നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം. അവർക്കും കൂടി കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കണം. ചേട്ടന്മാരിൽ ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇന്ന് നിന്റെ മനസ്സിൽ വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീട്ടി തരാടാ. ഇനി എനിക്കൊരു കല്യാണം ഈ പ്രായത്തില് നിനക്കൊക്കെ എന്താ ഭ്രാന്തുണ്ടോ? വലിയേട്ടൻ അതിനും മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ഇതിനേക്കാളും വയസ്സന്മാര് കല്യാണം കഴിക്കുന്നില്ല ഏട്ടാ. അത് നല്ല കിളി പോലത്തെ. അങ്ങനെയല്ല മതിയടാ, പ്രായമായില്ലെങ്കിലും പ്രായം കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തിൽ എനിക്കൊരു കല്യാണം വേണ്ട. ഒരിക്കൽ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയവനാ ഞാൻ. അന്നാ കല്യാണം നടക്കാതെ പോയതിൽ എനിക്ക് ദുഃഖമില്ല. അതൊരു ദുരന്തമായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടുമില്ല. പക്ഷേ അത് നടത്താൻ ശ്രമിച്ചപ്പോ ഉണ്ടായ ദുരന്തമുണ്ടല്ലോ, അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ല. ഇപ്പൊ കല്യാണം എന്ന് കേൾക്കുമ്പോ നമ്മുടെ അമ്മയുടെ പൊതിഞ്ഞു കിട്ട ജഡവും കയ്യാമം വെച്ച് 2 വശത്തും പോലീസുമായിട്ട് നടന്നു പോകുന്ന അച്ഛനുമാണ് മനസ്സിൽ. അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? അയ്യോ വലിയേട്ടാ, വലിയേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്ന് പറഞ്ഞത്. ഇവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുമല്ല അല്ലേടാ. നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ചാ. പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാലം കുറങ്ങല്ലേ? പോടാ. അല്ല, നീയും പോടാ. കൊല്ലും ഞാൻ. എന്നോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരടാ? പറയോ. എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത്? മാസത്തിൽ 5 ദിവസം തിരുവല്ലാമല ഇപ്പൊ തപസിരിക്കുന്ന എന്തിനാടാ? പെണ്ണെന്ന നശിച്ച വർഗം എന്നെ മനസ്സിലാക്കാണ്ടിരിക്കാനാ. അങ്ങനത്തെ നിത്യ ബ്രഹ്മചാരിയുടെ മുഖത്ത് നോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞ നിന്നെ അതോ സമയത്താ? വേണ്ട ഇവനൊന്നും ചെയ്യണ്ട. വേണ്ടെന്ന് പറയാൻ നീ ആരണ്ട? നീ കുറെ നാളായില്ല തുടങ്ങിയിട്ട്. നിനക്ക് എന്താ വേണ്ടേ? ഞാനിവിടെ വെറുതെ വന്നതാ. ഇവന്റെ ക്ലോസ് ഫ്രണ്ടാ. ക്ലോസ് ഫ്രണ്ട്? എടാ ഫ്രണ്ട് തെണ്ടി. ഞാനിവനെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവനെ വിളിച്ചോട്ട് പോടാ. എടാ വിളിച്ചോട്ട് പോവാൻ. ആഞ്ജനേയ, ഈ ഭക്തന് കൺട്രോള് തരില്ലേ? നിൽക്കണം അടുത്തത്. ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, വെറുതെ വന്നാണെന്ന് പറഞ്ഞാ മതി. നിക്കടാ അവിടെ. ഞങ്ങളിപ്പോ കല്യാണം കഴിക്കണമെന്ന് നിനക്കെന്താ അത്ര നിർബന്ധം? 10 വർഷം മുമ്പ് ഇതും പറഞ്ഞ് ഈ 2 ചേട്ടന്മാരുടെ പിന്നാലെ നടന്നവനാടാ ഞാൻ. അന്ന് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? മൂത്തവർക്ക് വേണ്ടാത്ത കല്യാണം നിനക്ക് വേണോടാന്ന്. അന്ന് ഞാനും ഒരു തീരുമാനം എടുത്തു. എനിക്ക് കല്യാണം വേണ്ട. ഈ കുടുംബത്തൊരുത്തരെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലേട്ടാ? അതെ, നീ വന്ന്. നീ ഒരുത്തനെ ഇവനെ കൂടെ കൊണ്ടുവന്ന് വഷളാക്കുന്നത്. മേലാൽ ഇവന്റെ കൂടെ നിന്നെ കണ്ടാൽ കാലിന്റെ ചിരട്ടയാൻ തല്ലി പൊട്ടിക്കും. നീ വന്നേ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതേപോലെ ചെയ്യും. എന്താ? വല്ല എലിപ്പാഷണോ മേടിച്ച് കുറുക്കി കൊടുക്കണ 3 ചത്തു തൊലയിട്ട്. ഇടാ, ഇങ്ങനത്തെ 3 ചേട്ടന്മാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല. നിന്നെ നല്ല ചിലപ്പോ എന്നെ പോലും കല്യാണം കഴിക്കാൻ സംഭവിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. നമ്മൾ തമ്മിൽ ചേർന്ന ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യണം. എനിക്കിപ്പോ ഇതാ ശരി. രാമഭദ്ര, ഇത് മാലുവിന് അറിയില്ല ഞങ്ങളെ എങ്ങനെ അച്ഛൻ വളർത്തിയെന്നും ഇതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചതെന്നും. എന്റെ 5ാമത്തെ വയസ്സിലാ അമ്മ മരിക്കുന്നത്. അതിൽ പിന്നെ ഓർമ്മയിലുള്ള എന്റെ അമ്മയല്ലാതെ ഒരു സ്ത്രീയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇപ്പോ മാലു ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്കിനി മാലു ഇല്ലാതെ വയ്യ. അതിന് ജീവിക്കാനാണെങ്കിലും ശരി, മരിക്കാനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും മാലു എന്നോടൊപ്പം ഉണ്ടാവൂ. ഞാൻ വിളിച്ച മാലു ഇറങ്ങി വരുമോ? രാമഭദ്ര എപ്പോ വന്ന് വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും ആ
നിമിഷം ഞാൻ ഇറങ്ങി വരും. പോരെ? പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെ ആയിരുന്നു? വാടി ഇവിടെ, ഇങ്ങോട്ട് വരാൻ. എടിയും മിടുക്കി, നീ അവന് വളച്ചില്ലേ? ഇപ്പോഴാ നീ അച്ഛമ്മയുടെ മോളായത്. ഇപ്പൊ എങ്ങനെയാ നീ പറഞ്ഞ അവൻ പോയി വെട്ടുവോ ആ 500 തല? ആ, ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. വാ. രാമഭദ്ര, രാമഭദ്ര, നീ രക്ഷപ്പെട്ടടാ. നിനക്കിനി ധൈര്യമായിട്ട് പ്രേമിക്കാം, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അന്ന് കല്യാണ കാര്യം പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി ആരാ? നിന്റെ സാമ്യത്തല്ലേ? അയാളെ തന്നെ നിന്റെ കൈ കിട്ടിയടാ. നീ എന്താന്ന് വെച്ച കാര്യം പറ. നിന്റെ ഈ സാമ്യേട്ടൻ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്? തിരുവില്ലാമലയിൽ ഹനുമാൻ കോവിലിൽ ജപമിരിക്കാൻ. ഉണ്ട, അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നതാടാ. ആ, അയാൾ കല്യാണം കഴിച്ചാടാ. 7 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് 7 കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക. നമ്മുടെ സാമ്യേട്ടന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? അയാൾ സാമ്യേട്ടനല്ല, ആ സാമ്യേട്ടനാ. തിരുവില്ലാമലയിലേക്കെന്നും പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ. അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മടി ടീച്ചർ അയാളുടെ ഭാര്യ. മായൻകുട്ടി, നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ, തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ. ഇനി ഈ കൊച്ചമ്മണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കുവളിയാ, പാഠം പഠിപ്പിക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. വാ. അച്ഛനെ, ഇവിടെ ഇവിടെ കൊച്ചമണി എന്ന് പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത്. സ്കൂൾ ടീച്ചർ? അതെ. കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസമുണ്ട്. ആ. പക്ഷെ അവർ സ്കൂൾ ടീച്ചർ അല്ല. അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ എന്നല്ലേ? അല്ല, രാമനാഥൻ എന്നാ. രാമനാഥനോ? ഇത് വേറെ ആരണ്ടാടേ? നിക്ക് അച്ഛനെ, ദേ നോക്കി, ഇതാണോ രാമനാഥൻ? ഇത് തന്നെ. ആ, അപ്പോ ഇതല്ലേ കൊച്ചമണി? കൊച്ചമണി ഇത് തന്നെയാ. പക്ഷെ അവര് സ്കൂൾ ടീച്ചർ അല്ല, ഡാൻസ് ടീച്ചറാ. തത്തൈതാഹ തിത്തൈതാഹ തത്തൈതാഹ തിത്തൈതാഹ തത്തൈതാഹ തക്കിട്ട 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 തൈ തൈ തിത്തി തൈ 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 തിത്തി തൈ. ആരാ? ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മേ. അയ്യോ അയ്യോ, എഴുന്നേക്കാൻ അവിടുന്ന്. എഴുന്നേക്കാൻ. ഇത് രാമഭദ്രനാ, രാമഭദ്രൻ. ഏത് രാമഭദ്രൻ? ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാണ് അവിടെ നിന്റെ ചേട്ടത്തിയമ്മ? അല്ല, അതെ, ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ? ഈ രാമനാഥനല്ല, ഈ കെ രാമനാഥൻ. അത് തന്നെ ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. എവിടെ ചേട്ടത്തിയമ്മ പിള്ളേര്? മക്കളെ, നിങ്ങൾ ഇളയച്ചൻ വന്നിരിക്കില്ല മക്കളെ. അയ്യോ, സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ. മക്കളെ, നിങ്ങൾ ഇളയച്ചനാണാ? മക്കളെ, ഇളയച്ചൻ വന്നിരിക്കുന്നു. മക്കളെ, ഇളയച്ചാന്നൊന്ന് വിളിക്കും മക്കളെ. ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാടാ. ഇതായിരിക്കും. മോളെ, ഇളയച്ചാന്നൊന്ന് വിളിക്കും മോളെ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഇറങ്ങി പോടാ അവിടുന്ന്. ചേട്ടത്തിയമ്മേ, ഞാൻ ആരുടെ ചേട്ടത്തിയമ്മയൊന്നും അല്ല. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ അവിടുന്ന്? അയ്യോ, ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സാമ്യേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും 500 മുതലാളിയോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരു 500 അറിഞ്ഞൂടാ, 600 അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്വാമിനാഥന്റെ ഭാര്യയല്ല. മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോ അവിടുന്ന്. ദോഷങ്ങള്. അതെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പാവൂല്ലേ? പറയാതിരുന്ന അതിലും കുഴപ്പമാവില്ലേ? അവസാനമായിട്ട് ചേട്ടന് ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പറ്റാതെ വന്നാലോ? പതുക്കെ പറ, ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താന്ന് പറയടാ. എന്താ എന്റെ ചേട്ടന് പറ്റിയത്? എന്താന്ന് പറയാൻ? ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞാ ഞങ്ങളെ വിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക. ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തിയമ്മയും പിള്ളേരെയും കാണണമെന്ന്. അയ്യോ, എന്റെ ദൈവമേ, എനിക്കെന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോകരുത്, ഞാനും വരുന്നു.
നീ എവിടെ പോകുന്നു? ഒരു ഒറിജിനാലിറ്റിക്ക് ഓണറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ ഏറ്റ് സമയട്ടാ